ജപ്പാനിൽ നിങ്ങൾക്ക് മാത്രം കാണാൻ കഴിയുന്ന 3 കാര്യങ്ങൾ. ഒന്നാമതായി, കനത്ത സോഫ്റ്റ് ഡ്രിങ്കുകൾ കൊണ്ടുപോകുന്നതിനു പകരം ജപ്പാനിലെ ആളുകൾ ഈ അതിശയകരമായ രുചിയുള്ള കുപ്പി തൊപ്പികൾ കൊണ്ടുപോകുന്നു. നിങ്ങൾ ഒരു സാധാരണ വാട്ടർ ബോട്ടിലിൽ മാന്ത്രിക തൊപ്പി വെക്കുക, അത് വളച്ചൊടിക്കുക, രുചി തൽക്ഷണം ഒരു വെള്ളവുമായി കലരുന്നു, നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ പാനീയത്തെ പൂർണ്ണമായും മാറ്റുന്നു. നിങ്ങൾ നിങ്ങളുടെ അച്ഛനെയാണ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അമ്മയെയാണ് ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടുപേരെയും ഒരുപോലെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഹാർട്ട് കമന്റ് ചെയ്യുക. അടുത്തതായി, ജപ്പാനിൽ ഐസ്ക്രീം കഴിക്കുന്നത് പോലും ഒരു അനുഭവമായി തോന്നുന്നു. നിങ്ങൾ ഈ മെഷീനിലേക്ക് ഒരു ഒഴിഞ്ഞ കോൺ ഇടുന്നു, അത് സ്വയം നിറയുമ്പോൾ ഒരു മനോഹരമായ കാർട്ടൂൺ സ്ക്രീനിൽ പ്ലേ ചെയ്യാൻ തുടങ്ങുന്നു. പിന്നെ നിങ്ങൾ ഒരു നിശ്ചല കാമുകനാണെങ്കിൽ നിങ്ങൾ ഈ വളരെ സവിശേഷമായ ജാപ്പനീസ് ഇറേസർ പരിശോധിക്കണം. നിങ്ങൾ മായ്ക്കാൻ തുടങ്ങുമ്പോൾ മാന്ത്രികമായ എന്തെങ്കിലും സംഭവിക്കുന്നു. നിങ്ങൾ അത് കൂടുതൽ ഉപയോഗിക്കുകയും നിങ്ങളുടെ തെറ്റുകൾ മായ്ക്കുകയും ചെയ്യുമ്പോൾ അത് മഞ്ഞുമൂടിയ മൗണ്ട് ഫുജിയുടെ കൃത്യമായ രൂപമെടുക്കുന്നു. അടുത്തതായി, ഒരു സാധാരണ ഷാർപ്പനറിന് പകരം ജപ്പാനിൽ ഈ മികച്ച കുപ്പി തൊപ്പി ഷാർപ്പനറുകൾ ഉണ്ട്. നിങ്ങൾ അത് ഏതെങ്കിലും ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പിയിൽ ഘടിപ്പിക്കുകയും എല്ലാ പെൻസിൽ പൊടിയും സുരക്ഷിതമായി ഉള്ളിൽ ശേഖരിക്കുകയും ചെയ്യുന്നു. പിന്നെ നിങ്ങളുടെ പല്ലുകൾ ഉപയോഗിച്ച് സോസ് പാക്കറ്റുകൾ തുറക്കുന്നത് പൂർണ്ണമായും പഴയതാണ്, കാരണം ജാപ്പനീസ് സോസ് പാക്കറ്റുകൾ വളരെ മികച്ച രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. പാക്കറ്റിന്റെ മധ്യഭാഗത്ത് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത 2 വരകളുണ്ട്. അമർത്തിയാൽ അത് പകുതിയായി മടക്കിക്കളയാം. അടുത്തതായി, ജപ്പാനിൽ നിങ്ങൾക്ക് ഒരു യഥാർത്ഥ മെഡിക്കൽ ബാൻഡേജിനോട് സാമ്യമുള്ള മിഠായികൾ കഴിക്കാം. അവയുടെ പാക്കേജിംഗ് പോലും യഥാർത്ഥ ബാൻഡേജുകളോട് സാമ്യമുള്ളതാണ്, പക്ഷേ അവ വ്യത്യസ്ത രുചികളിലാണ് വരുന്നത്. അവസാനമായി, നിങ്ങളുടെ ദൈനംദിന പ്രഭാത ഭക്ഷണത്തിന് ജപ്പാനിൽ വളരെ ലളിതവും എന്നാൽ വളരെ ഉപയോഗപ്രദവുമായ ഒരു ഇനമുണ്ട്. നിങ്ങൾ തൊപ്പി തുറന്ന് ഉള്ളിൽ വെണ്ണ ഉറപ്പിച്ച് എളുപ്പത്തിൽ പരത്താൻ ഉപയോഗിക്കുക.